ഞാൻ സർക്കാർ വക്കീലായിരുന്ന കാലത്ത് അന്ന് എ സി ഷൺമുഖദാസാണ് നമ്മുടെ ആരോഗ്യമന്ത്രി. അദ്ദേഹം 3 പ്രാവശ്യം മന്ത്രിയായി, 3 തവണ അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പായിരുന്നു. എന്താ കാരണം എന്നറിയില്ല. പുള്ളി എന്തോ വൈദ്യം പോലത്തെ എന്തോ പാസ്സായിട്ടുള്ള ആളാണ്. ഏത് നമ്മുടെ ആയുർവേദം പാസ്സായിട്ടുള്ള ആളാണ്. ഓക്കെ. അതുകൊണ്ട് ആയുർവേദ ഡോക്ടർമാർക്ക് പുള്ളി സർജറി പഠിക്കാനുള്ള അവസരം കൊടുക്കുക, അങ്ങനെ പല തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവർ ആയുർവേദ വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവിടെയുള്ള ആളുകൾ ഇവർ ആട്ടി ഓടിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മളതൊന്നും നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ ഷൺമുഖദാസിനെ പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ വി സി കബീർ മാസ്റ്റർ, ഇവരൊന്നും മോശക്കാരാണെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ പി ശങ്കരൻ, ഇവരൊക്കെ ആരോഗ്യമന്ത്രിമാരാകുന്നത് ഈ ആരോഗ്യരംഗത്തെക്കുറിച്ച് എന്തെങ്കിലും അറിവുകൾ സൂട്ടു അല്ലെങ്കിൽ അതിനോട് പ്രത്യേകിച്ച് താല്പര്യം ഉണ്ടായതുകൊണ്ടോ അല്ല. ഞങ്ങൾ നായന്മാരുടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നുണ്ട്, NDP എന്ന് പറയും, നായരെ ദ്രോഹിക്കുന്ന പാർട്ടി എന്നായിരുന്നു അതിൻ്റെ ഫുൾ ഫോം. ലിയോയ്ക്ക് ഓർമ്മ ഉണ്ടാവാൻ സാധ്യതയില്ല. ആ പാർട്ടി പിന്നെ പിരിച്ചു വിട്ടു. 96-ൽ പാർട്ടി പിരിച്ചു വിട്ടു. പിരിച്ചു വിടുന്നതിന് മുമ്പ് UDF സർക്കാരിൽ സ്ഥിരമായിട്ട് ആരോഗ്യവകുപ്പ് കിട്ടിയിരുന്നത് ഈ NDPക്കായിരുന്നു. അന്ന് ലോനപ്പൻ നമ്പാടൻ അസംബ്ലി പറഞ്ഞൊരു കാര്യമുണ്ട്, അത് സത്യവുമാണ്. നമ്പാടൻ പറഞ്ഞുകൊണ്ടല്ല, സത്യമായതുകൊണ്ട് ഞാനിവിടെ ആവർത്തിക്കുകയാണ്. ഈ NDPയുടെ വകുപ്പ് മെഡിക്കൽ അല്ല മേഡിക്കലാണ് എന്നാണ് പുള്ളി. മനസ്സിലായില്ലേ? അന്ന് കൈക്കൂലി കൊടുത്തിരുന്ന പെരുന്നയിൽ കൊണ്ടുപോയിട്ടാണ്, അല്ലാതെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുപോയിട്ടല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള തമാശകൾ ഈ സംവിധാനരംഗത്തുണ്ടായിട്ട് പണ്ട് നമ്മൾ പറയും 1957 ശേഷം ഒരുപക്ഷെ AR മേനോനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈക്കം വേലപ്പൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ 67-ലെ നമ്പൂരിപ്പാടിൻ്റെ മന്ത്രിസഭ തൊട്ടാണ് ഇത് കംപ്ലീറ്റ് കുത്തഴിഞ്ഞു പോയത്. ഓക്കെ. അന്ന് B. വെല്ലിംഗ്ടൺ എന്ന് പറഞ്ഞ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് വലിയ അഴിമതി ആരോപണ വിധേയനായിരുന്നു. പിന്നെ അന്വേഷണ കമ്മീഷനൊക്കെ നേരിട്ട ആളാണ്. അതിനുശേഷമാണ് ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആകെ കുത്തഴിഞ്ഞ് ആകെ കുഴപ്പത്തിലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊള്ളാവുന്ന മന്ത്രിമാരെന്ന് പറയാവുന്ന അവരുടെ പേര് പറയുക എളുപ്പം. ഒന്ന് നമ്മുടെ KP പ്രഭാകരനായിരുന്നു. KP രാജേന്ദ്രൻ്റെ പിതാവ് KP പ്രഭാകരൻ. പുള്ളി ഒരു കൊല്ലത്തിൽ താഴെ കിട്ടിയുള്ളൂ. PKയുടെ മന്ത്രിസഭയിൽ ഒരു കൊല്ലം 9 മാസമോ 10 മാസമോ കിട്ടാം. പിന്നെ എന്ന് വെച്ചാൽ ജഗൽ പ്രസിദ്ധനായ VM സുധീരൻ ഒരു 1.25 കൊല്ലം AK ആൻ്റണിയുടെ മന്ത്രിസഭയിൽ, ആൻ്റണിയുടെ ആദ്യത്തെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെയൊക്കെ നേട്ടം തുടർന്നത് ഈ ആരോഗ്യ ചികിത്സാ രംഗത്തല്ല ശരിക്കും. സുധീറിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ട്രാൻസ്ഫർ കൊടുക്കാവൂ. സ്പെഷ്യൽ ഓർഡർ വഴിക്ക് തന്നിഷ്ടക്കാർക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് വലിയൊരു കൊയ്ത്താണ്. കാരണം എന്താ വെച്ചാൽ ഈ നല്ലപോലെ കൈക്കൂലി കിട്ടുന്ന സെൻറ്ററുകളിലേക്ക് ഡോക്ടർമാരുടെ ഇടിയായിരിക്കും. ഇപ്പോൾ ചാവക്കാട് പോലുള്ള സ്ഥലത്തേക്ക് ഗൾഫ് മണി ഉള്ളതുകൊണ്ട് അവിടെ വരുന്ന രോഗികൾ ഗവൺമെൻറ് ഡോക്ടർക്ക് ഗവൺമെൻറ് കൊടുക്കുന്ന ശമ്പളം കൂടാതെ പിന്നെ ഇവരുടേതായ ഒരു പാരിതോഷികം കൂടി. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്ററുകളിലേക്ക് വലിയ തിക്കും തിരക്കും. അതിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് ഡോക്ടർമാർക്ക് ഏറ്റവും ആഗ്രഹമുള്ള സ്ഥലമാണ്. കാരണം അവിടെ ഈ പറഞ്ഞ പോലെയാണ്, കൊയ്ത്തും പേരിയാണ്. ഇപ്പോഴല്ലോ പണ്ട്. അപ്പോൾ അതൊക്കെ നിയന്ത്രിച്ചത് സുധീറിനാണ്.